നമസ്കാരം. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം ഇന്ന് അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് BJPയുടെ, അതായത് അറസ്റ്റ് ചെയ്തതും BJP, ഇറക്കാൻ പോകുന്നതും BJP എന്ന നിലയിലേക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ CPMൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ എത്തുന്നു, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു, ഞങ്ങളെന്തോ വലിയ സംഭവം ഉണ്ടാക്കി എന്ന നിലയിലാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അവിടെ പോയി എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ CPMനോടെ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് ആണെങ്കിൽ അവിടെ ഭരിച്ച പാർട്ടിയാണ്, അവിടെ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ്, മുഖ്യ പ്രതിപക്ഷമാണ്, ഒക്കെയുണ്ട്. പക്ഷെ അപ്പോഴും CPM ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ഇതിനെല്ലാം കാരണം കോൺഗ്രസ് ആണ്. കോൺഗ്രസ് തുടർന്ന് വന്നിരുന്ന അതേ കാര്യം BJP ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ വേട്ടയിൽ ഈ പറയുന്ന കോൺഗ്രസ് മുന്നിൽ തന്നെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തരത്തിൽ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ ഭരണം വീണ്ടും നിലനിർത്തുക എന്നൊരു കുടില തന്ത്രമല്ലേ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഒരു വിമർശനം വരുന്നത്. അതായത് ഈ കേരളത്തിലെ സാഹചര്യത്തിൽ നിന്ന് കുറേയധികം വ്യത്യസ്തമാണ് ഛത്തീസ്ഗഡിലെ ഒരു മൊത്തത്തിലുള്ള പരിതസ്ഥിതി എടുക്കുമ്പോൾ. കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനമല്ല അവിടെ നടക്കുന്നത്. അപ്പം അവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു പ്രവർത്തനം. സ്വന്തം സഭാവസ്ത്രം പോലും ഉപയോഗിക്കാൻ ഈ പറയുന്ന സംഘപരിവാർ, BJP അല്ലെങ്കിൽ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഒന്നും അനുവദിക്കില്ല. അവിടെ അങ്ങനെ ഈ സംഭവം ഉണ്ടായത് പോലും വളരെ യാദൃശ്ചികമായിട്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു രീതിയിൽ ഒരാളെ കാണുന്നു, അപ്പം തന്നെ നമ്മൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്ന് തടയുന്നു. ഇതെന്താ ഇന്ത്യ മഹാരാജ്യമല്ലേ? ഇതെന്താ ജനാധിപത്യ രാജ്യമല്ലേ? ഒരാൾക്കൊരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള, മതമൊന്നുമില്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് മതപരിവർത്തനം നടത്തുന്നു എന്ന്, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയാണ്. ഇനിയിപ്പോൾ അയാൾക്ക് മതം മാറിയെന്ന് വിചാരിക്കുക. ആർക്കാണ് ഇവിടെ പോയത്? ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട്? നമുക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബജ്രംഗ് ദളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു സംഘടനകളിൽ നിന്നും ഒക്കെ എന്തുകൊണ്ടാണ് ആളുകൾ അകലുന്നത്? അതല്ലേ പഠന വിധേയമാക്കേണ്ടത്. RSSന്റെ സംഘപരിവാറിന്റെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാകുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മതപരിവർത്തനം, ഇവർ പറയുന്ന മതപരിവർത്തനം ഉണ്ടായാൽ ഞാൻ ഒരാളോട് സംസാരിക്കുന്ന ഭാഷയാണ്, നിന്റെ അടിച്ച് കരണം പൊട്ടിച്ച് കളയും, നിന്നെ അങ്ങനെ ആക്കി കളയും, ഇങ്ങനെ സംസാരിക്കാൻ പോലും എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ വന്നതെന്ന് പോലും വിശദീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ. മനസ്സിലാക്കിയെടുത്തോളം കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം ഉപയോഗിക്കാനേ പറ്റില്ല അവിടെ. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എല്ലാ കാലത്തും ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകളുടെ കൂടെ നിന്ന ഒരു പാർട്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് മറ്റെവിടെയും കിട്ടുന്ന സ്വീകാര്യതയേക്കാൾ കൂടുതൽ കോൺഗ്രസിനാണ് അതിനകത്ത് സ്വാധീനമുള്ളത്. കോൺഗ്രസിനാണ് അവരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒരു പോളിസി ഉണ്ടാകുന്നത് കോൺഗ്രസിൽ നിന്നാണ്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. അപ്പം ഒരു മൈനോറിറ്റീസ് ഉണ്ടാവാം മറ്റു പാർട്ടികളിൽ, പക്ഷെ എന്നാലും ഭൂരിപക്ഷം എപ്പോഴും നമുക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടെയാണ്. അപ്പം ഇടതുപക്ഷം പിന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് അവിടെ പോയി സംസാരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ അതിഭീകരമായിട്ടാണ് അതിനകത്ത് പ്രവർത്തിച്ചത്. ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും BJPയുടെ കേരളത്തിലൊരു സാഹചര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പ്രഷർ വന്നപ്പോൾ പിന്നെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. അവിടെ പോകുന്നു, രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നു, തീരുമാനം ഉണ്ടാക്കുന്നു. നമുക്കറിയാം തൃശ്ശൂരെ സാഹചര്യം. അപ്പം ഇവിടുത്തെ വോട്ടുകൾ ഭിന്നിച്ചു പോകും, അല്ലെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചതെന്നുള്ള സഭയുടെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അവിടെ അറിയാം, ക്രിസ്ത്യൻ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമായിരുന്നു തൃശ്ശൂർ. അപ്പം ക്രിസ്ത്യൻ ബെൽറ്റാണ് അവിടെ. അവിടുത്തെ വോട്ടുകൾ മറിച്ചതാണ്. അപ്പം ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അല്ല അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കാര്യം അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലായതുകൊണ്ട് തന്നെ അവർ വേഗം മലക്കം മറിഞ്ഞു എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് നേട്ടമുണ്ടാക്കും. ഇപ്പം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ ഇത് വലിയ പ്രശ്നമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കോൺഗ്രസ് നേതാക്കൾ തമ്പടിച്ചേനെ. അപ്പോൾ ഈ കാര്യങ്ങൾ കൈവിട്ടു പോകും. പൊളിറ്റിക്സ് അവിടെ ഗുണം ചെയ്യും കോൺഗ്രസ്സിന്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചവർ തന്നെ ഇത് മെല്ലെ അങ്ങ് അവസാനിപ്പിച്ചു. ഇനി ഇതൊരു ഞങ്ങൾ വർഗീയവാദികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ നിങ്ങളെ എന്താ പറയുക പ്രീണിപ്പിക്കുന്നവരല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ആ പ്രശ്നം സോൾവ് ചെയ്യാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അത് പെട്ടെന്നുള്ളൊരു ഇത് മറ്റുള്ള ആളുകൾ കയറി സ്കോർ ചെയ്യരുത് എന്ന് കരുതിക്കൊണ്ട് മറ്റുള്ളവർ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണും എന്ന നിലയിലേക്കുള്ള ഒരു പ്രവർത്തനം കേരള BJPയുടെ ഭാഗത്തുണ്ടായി എന്നാണ് പറയുന്നത്. ഉണ്ടാവും. പിന്നെ തീർച്ചയായും കേരള BJPയുടെ കാര്യം കൃത്യമായി കേന്ദ്രത്തിൽ അറിയിക്കുകയും അവർക്കത് പെട്ടെന്ന് അവരെ സംബന്ധിച്ച് അവരെന്നും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ എന്ത് രാഷ്ട്രീയ ചലനവും വളരെ കൃത്യമായി മൈന്യൂട്ട് ലെവലിൽ പഠിക്കുന്ന ആളുകളാണ്, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ
വലിയ തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിനെ ഒരു മതേതരത്വ ഒരു സംവിധാനത്തെ അത് പെട്ടെന്ന് പിടിക്കപ്പെടും. കാരണം കേരളത്തിൽ ഒരു സഭ മാത്രമല്ല, പല ക്രിസ്ത്യൻ സഭകളും ഒന്നിച്ചു നിൽക്കും. കേരളത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ സഭകളുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന പിന്നെ എന്താ കാത്തലിക്സ് വിഭാഗം മാത്രമല്ല, അവരുടെ വോട്ട് മാത്രമല്ല, ബാക്കി ഇഷ്ടംപോലെ സഭകൾ നിൽക്കുന്നു. അപ്പം ഇവരൊക്കെ നാളെ ഞങ്ങളെയും ഇത് എന്താ പറയുക ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു തോന്നൽ എല്ലാ ആളുകളുടെ ഉള്ളിലേക്ക് വരും സ്വാഭാവികമായിട്ടും. കാരണം ഇത്രയും നാള് മുസ്ലിം മൈനോറിറ്റിക്കെതിരെ സംഘപരിവാറിന്റെ പിന്നെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർ പ്രതികരിച്ചിരുന്നതേ ഇല്ല. തങ്ങൾക്ക് നേരെ, എല്ലാവർക്കും അങ്ങനെയാണല്ലോ, നമുക്ക് നേരെ ചൂണ്ടുമ്പോഴാണല്ലോ ഇത് വലിയ പ്രശ്നമാവുക. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം അവസാനിപ്പിച്ചേ മതിയാകൂ എന്നാണ്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ എതിർത്ത് സംസാരിക്കുമ്പോൾ പോലും മയപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. കസ്റ്റഡിയിൽ സിസ്റ്റർമാരെ വേണ്ട എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നുള്ളതാണ് ആ ജാമ്യ വ്യവസ്ഥയിൽ തന്നെ എതിർത്ത് സംസാരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ സംസാരിക്കുന്നത്. വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള, നമ്മൾ ഓർക്കണം എത്ര വലിയ വകുപ്പുകളാണ്. 10 വർഷം വരെ തടവ് കിട്ടാൻ പറ്റുന്ന ഗുരുതര വകുപ്പാണ് നിർബന്ധിത മതപരിവർത്തനം. അതും ഈ മതപരിവർത്തനം നിരോധിച്ച ഒരു സംസ്ഥാനമാണ്. അല്ല, അത് മാത്രമല്ല, ഈ NIA കേസ് NIA കോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ NIA കേസ് എടുക്കുന്നില്ല എന്ന് തീർത്തു പറഞ്ഞു. അത് NIA ഈ കേസ് ഫയൽ പോലും പഠിച്ചില്ല, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എടുക്കണ്ട എന്നൊരു കൃത്യമായ ഇത് കൊടുത്തു. ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ പുറത്തിറക്കാൻ വേണ്ടി പോകുന്ന സമയത്തും കേരളത്തിലെ VHPയും കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് കന്യാസ്ത്രീകൾ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് BJPയോട് ചോദിക്കുകയാണ്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള KS രാധാകൃഷ്ണൻ തന്നെ അധ്യക്ഷൻ പറയുന്നതിനോട് നേരെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട്. അപ്പോൾ BJP എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, മറ്റുള്ളവരെ പോലെ അല്ലല്ലോ. അവർക്ക് കുറച്ചും കൂടി ടാക്ടിക്കൽ മൂവ്മെന്റ്സ് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊരു ഒരു തിരിച്ചടിയാകും. അത് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തെ എന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കേരളം അവരുടെ ഒരു ലക്ഷ്യമാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റ് സ്റ്റേറ്റുകളുള്ളൂ. കേരളം എന്നും അവരുടെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ അത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയിലൂടെ അവര് ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അപ്പം ആ സാഹചര്യത്തിൽ തുടക്കം വിട്ടു. അപ്പം അത് അവരെ സംബന്ധിച്ച് കോൺഫിഡൻസിന്റെ ഒരു ലെവല് കൂടുകയാണ്. ആ നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അതിനകത്ത് തിരിച്ചു പോവുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയും. ഇത് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ വരാൻ പോവാണ്, നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നതാണ്, തദ്ദേശീയ ഇലക്ഷൻ വരാം. അപ്പം ഇതെല്ലാം വരുന്ന സമയത്ത് ഇവർക്ക് വൻ തിരിച്ചടിയാവും. അത് മതേതരത്വത്തിന് ഏറ്റവും ഒരു വലിയ കനത്ത മുറിവായിട്ടേ അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. ഇത് സ്ഥിരം നടക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള സംഭവമല്ല. ഇങ്ങനെ ഒരു അറസ്റ്റ്, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്യുന്നതോ പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുന്നതോ ഒന്നും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള 2 മലയാളികളായ കന്യാസ്ത്രീകളായപ്പോഴാണ് അതിന്റെ മാനം മാറുന്നത്. അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ ചലനങ്ങൾ മൊത്തത്തിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാക്കുമെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന ഇവരെയൊക്കെ മായപ്പെടുത്തി അവർക്ക് എന്താ പറയുക, എതിർത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ എതിർപ്പുകൾ ഉണ്ടാകാം. പക്ഷെ ആ എതിർപ്പിനെ കുറച്ചും കൂടി മുന്നേ കൂട്ടി കാണുന്നതാണ് BJP എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, ഈ BJPയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പം CJP എന്ന് വിളിക്കുന്നത്, അത് CPM ജനതാ പാർട്ടി എന്നുള്ളതല്ല, ക്രിസ്ത്യൻ ജനതാ പാർട്ടി എന്ന് BJPയുടെ അണികൾ തന്നെ ഈ ഫേസ്ബുക്കിൽ വന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അനൂപ് ആന്റണിയും ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖറും കൂടി ആണ് BJPയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ ക്രിസ്ത്യൻ സ്നേഹം കാണിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു എന്താണ്, ആ നേതാക്കന്മാരുടെ മാത്രം ഒരു മുന്നൊരുക്കത്തിൽ അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങലിൽ മാത്രം നടന്ന ഒരു കാര്യമാണ്. അല്ലാതെ BJPക്ക് ഇവരോട് സ്നേഹം ഉണ്ടായത് കൊണ്ടല്ല എന്നതാണോ ഈ കമന്റുകളൊക്കെ തെളിയിക്കുന്നത്? ഈ കമന്റുകൾ പല ഭാഷ്യമുണ്ടാകാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഉന്നത നേതാക്കന്മാർ വളരെ കൃത്യമായിട്ട് അത് ആദ്യമേ പഠിച്ചിട്ടുണ്ട് ഈ വിഷയം. അല്ലാതെ ഒന്നും ഒരു മൂവ്മെന്റും കേന്ദ്രത്തിൽ നിന്നൊന്നും ഇത്തരത്തിലൊന്നും ഒരു ഇതില്ലാതെ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യമേ പറയില്ല. സ്റ്റേറ്റിനോട് പറഞ്ഞല്ലോ, അമിത്ഷാ ഉറപ്പ് നൽകി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകില്ല. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ പറയുന്നു, ഇല്ല ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാളെ കന്യാസ്ത്രീകളുടെയും ഈ അച്ഛന്മാരുടെ കൈമുത്താനും ഒക്കെ പോകുമ്പോൾ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അത് കോൺഗ്രസ് അത് ഉപയോഗിക്കും, അത് കൃത്യമായി ഉപയോഗിക്കും എന്നുള്ള സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയാണ് പ്രധാനമായിട്ട്. BJPയുടെ ആ കൂർമ്മ ബുദ്ധിയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും.